സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നുള്ളത്. There is a banana talk among us. Your faith will save you. എന്നാൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം വസ്തുതയിലല്ല, മറിച്ച് ഒരു വ്യക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. Our faith is not on property, it's on ourselves. ഒരിക്കൽ കേരളത്തിലുള്ള ഞങ്ങളുടെ അങ്കിളിന്റെ വീട്ടിൽ പോകുവാൻ എനിക്കിടയായി. Once upon a time I went to one of our uncle in Kerala. അവിടെ മുറ്റത്ത് അവിടുത്തെ വീട്ടുവേലക്കാരൻ പശുവിനെ അവിടെയുള്ള മുറ്റത്തുള്ള മാവിൽ കെട്ടി കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. When I went there, in front of their house, the servant boy married the cow and rotating it. ഞാനപ്പോൾ അച്ചാനോട് ചോദിച്ചു, അച്ചാൻ എന്തിനാ ഇങ്ങനെ ഈ പശുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന്? കറക്കുന്നത് വേലക്കാരനാണല്ലോ. Then I asked the uncle, why are you standing here? ഞാനിവിടെ അടുത്ത് നിന്നില്ലെങ്കിൽ ഈ പശു ഇല്ലാത്ത ബഹളം എല്ലാം ഉണ്ടാകും. If I don't stand here, the cow will give all kind of problem. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനിടയായി. ആ പശുവിന്റെ ചിന്ത തന്റെ യജമാനൻ അടുത്തുള്ളപ്പോൾ തനിക്കൊരു ചുക്കും പേടിക്കാനുള്ള എന്നുള്ള പശുവിന്റെ വിശ്വാസം. This made me think a lot. When the master is by the cow don't have to worry about no dry ginger. തന്റെ യജമാനൻ അടുത്തുള്ളപ്പോൾ പശുവിന് എവിടെ കിടക്കുന്നതിനെ കുറിച്ച് ഭാരപ്പെടാനില്ല. The master is beside you. The cow don't have to worry about where he lay down. തന്റെ യജമാനൻ അടുത്തുള്ളപ്പോൾ എന്ത് തിന്നുമെന്നുള്ളതിനെ കുറിച്ച് The master is beside it. The cow don't have to worry what he gonna eat. Hallelujah. The cow don't have to worry about any grass, any kind of grass, what it eats. പശുവിന് പുല്ലും വിഷയമില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലത്ത് എന്റെ മെസ്സേജ് ഇതാണ്: നമ്മൾ ഈ പശുവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ. ആമേൻ. നമ്മള് യജമാനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? അതെ. യജമാനൻ അടുത്തുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടാനില്ല. നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ബഹുസ്ഫുരണം നമ്മുടെ പ്രവൃത്തിയിൽ വരട്ടെ.